സാഹിത്യോത്സവ കാലയളവിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ആഘോഷം. കുടുംബങ്ങളിൽ ആഘോഷമാണ്, നാടുകളിൽ ആഘോഷമാണ്, കുട്ടികൾ ആഘോഷിക്കുന്നു, വലിയവർ ആഘോഷിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു ആഘോഷത്തിൻ്റെ കാലയളവ്. പലപ്പോഴായും അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് സാഹിത്യോത്സവം എങ്ങനെയാണ് ഈ കാലാന്തരങ്ങൾ ഭേദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വലിയൊരു ആഘോഷ പദ്ധതിയായി മാറുന്നത് എന്നിങ്ങനെ ചിന്തിക്കാറുണ്ട്. കുട്ടികൾ പാടിക്കൊണ്ട് ആഘോഷിക്കുന്നു, പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നു, എഴുതിക്കൊണ്ട് ആഘോഷിക്കുന്നു. മുതിർന്ന ആളുകൾ അതിൻ്റെ സംഘാടനത്തിലായിട്ട് അങ്ങനെ ആഘോഷിക്കുന്നു. സാമ്പത്തികമായും അതിൻ്റെ മറ്റു പദ്ധതികളൊക്കെ ഉൾച്ചേർന്ന് നിന്നുകൊണ്ട് പ്രായം ചെന്ന ആളുകൾ പോലും അതിൻ്റെ ഭാഗമാകുന്നു. എല്ലാവരും സാഹിത്യോത്സവനെ ആഘോഷിക്കുന്നു. ഈ ആഘോഷത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? അതുപോലെ ഒരുപക്ഷെ 2 വർഷം മുന്നേ സാഹിത്യോത്സവം ആഘോഷിച്ച ഒരാൾക്ക്, അതിനെ ആസ്വദിച്ച ഒരാൾക്ക് ഈ വർഷമാകുന്ന സമയത്ത് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഈ വർഷവും അയാൾ സാഹിത്യോത്സവനെ മനോഹരമായി ആസ്വദിക്കുന്നു. ഈ കാലങ്ങൾ എത്ര കടന്നു പോകുമ്പോഴും സാഹിത്യോത്സവം നമുക്കൊരു പുതുമയായിട്ട് തന്നെ മാറുന്നു. ഇതിൻ്റെ ഒരു രഹസ്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് മനസ്സിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ആലോചനയാണ് ശരിക്കും ഈ ചർച്ച എന്ന് പറയുന്നത്. ഒരു ഏറ്റവും ചെറിയൊരു ഉദാഹരണം എന്നുള്ള നിലക്ക്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു 20-ാം വയസ്സാകുന്ന സമയത്ത് ഒരു ഇവൻ്റ് സംഭവിക്കുന്നു. അത് ആ മനുഷ്യൻ്റെ ജീവിതത്തിലുടനീളം ആസ്വദിക്കാൻ പാകത്തിലുള്ള വലിയൊരു ഇവൻ്റായിട്ട് മാറുന്നു. 60-ാം വയസ്സെത്തുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലായി ഒരുപക്ഷെ നമ്മൾ പരിഗണിക്കുന്നത് ഈ 20-ാം വയസ്സിൽ നടന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും. പിന്നീട് അതിന് 20-ാം വയസ്സ് എന്നില്ല, അത് എല്ലാ കാലത്തും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒരു സന്തോഷിക്കാനുള്ള ഒരു എലമെൻ്റായി, ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തന്നെ വലിയൊരു എലമെൻ്റായി ആ ഒരു ഇവൻ്റ് മാറുന്നു എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 20-ാം വയസ്സ് എന്നുള്ളൊരു കാലത്തിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉടനീളമുള്ള ഒരു വലിയൊരു മൊമെൻ്റായി ആ കാലം, ആ ഒരു ഇവൻ്റ് അടയാളപ്പെടുത്തപ്പെടുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അകാല ശബ്ദങ്ങൾ. അതെ, ഈ കാലത്തെ എല്ലാം ഭേദിച്ചുകൊണ്ടുള്ള ഒരു അകാല ശബ്ദങ്ങൾ. SSF കോഴിക്കോട് നോർത്ത് ജില്ലാ സാഹിത്യോത്സവത്തിൻ്റെ തീമായി നമ്മൾ മുന്നോട്ട് വെച്ചതും ടൈംലെസ് വോയിസസ് അകാല ശബ്ദങ്ങൾ എന്നുള്ളതാണ്. ഒരുപാട് ചോദ്യങ്ങളിൽ നിന്നാണ് ശരിക്കും നമ്മൾ ഈ തീമിനെ മുന്നോട്ട് വെക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് SSFൻ്റെ കോഴിക്കോട് നോർത്ത് ജില്ലാ വിസ്ഡം സെക്രട്ടറി ഹാഫിസ് പേരാമ്പ്ര, കലാലയം സെക്രട്ടറി ഹാഫിസ് പേരാമ്പ്ര, ക്യാമ്പസ് സെക്രട്ടറി റാഷിദ് കുറ്റ്യാടി. നമ്മൾ സാഹിത്യോത്സവത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. സാഹിത്യോത്സവത്തിന് കാലമുണ്ടോ എന്നൊരു ചോദ്യത്തിൽ നിന്നാണല്ലോ ഞാൻ എൻ്റെ ആമുഖം തന്നെ തുടങ്ങിയത്. ശരിക്കും സാഹിത്യോത്സവത്തിന് അങ്ങനെ ഒരു കാലമുണ്ടോ? നമ്മുടെ സാഹിത്യോത്സവത്തിൻ്റെ കാലം ഇതാണ് എന്ന് പറയാൻ മാത്രം സാഹിത്യോത്സവത്തിന് ഒരു കാലമുണ്ടോ? ഇല്ല. സത്യത്തിൽ അപ്പോൾ നമ്മളൊക്കെ സാഹിത്യോത്സവത്തിൻ്റെ പല വേർഷനുകളിലേക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നു. മുന്നേ മത്സരാർത്ഥിയായിരുന്നു, സംഘാടകരായി, ആസ്വദിക്കുന്ന കൂടി ഉണ്ടായിരുന്നു കൂടെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 5-8 വർഷമായി ഡിവിഷൻ സാഹിത്യോത്സവത്തിന് കണ്ടിന്യൂസ് നമ്മൾ സംഘാടകരായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻ്റ് നേരത്തെ ആയിരുന്നു. അതല്ലാതെ ഈ വർഷത്തെ സാഹിത്യോത്സവത്തിൽ എനിക്ക് സംഘാടകൻ ആവാനും കഴിഞ്ഞില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിഞ്ഞില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ജോലി തിരക്കിലായിരുന്നു. ആ സമയത്ത് പോലും ഞാൻ എൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിൽ പോലും സാഹിത്യോത്സവത്തിലേക്ക് കണ്ണു നട്ടിരുന്നു. എൻ്റെ എത്രത്തോളം നമ്മുടെ ബിസി ഷെഡ്യൂളായാൽ പോലും സാഹിത്യോത്സവത്തിൻ്റെ അലയൊലികളിലേക്ക് നമ്മളിങ്ങനെ കണ്ണു നട്ട് നോക്കുകയാണ്. കാരണം നമുക്ക് അവിടെയൊക്കെ സാഹിത്യോത്സവം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. സാഹിത്യോത്സവത്തിൻ്റെ ഓരോരോ വരികൾ, ഓരോരോ വരകൾ, എല്ലാത്തിലേക്കും നമ്മൾ എത്ര വയസ്സായാലും, എത്രത്തോളം നമ്മൾ ടെൻഷഡ് ആയാലും, എത്രത്തോളം നമ്മൾ ബിസി ആയാൽ പോലും സാഹിത്യോത്സവത്തിൻ്റെ ഓരോ അലയൊലികളിലേക്ക് നമ്മളിങ്ങനെ കണ്ണ് നട്ടിരിക്കുകയാണ്. നമുക്ക് അവിടെയൊക്കെ കുറേ ഈ കലയുടെ, അഥവാ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലത്തും കെട്ടിവെക്കാൻ പറ്റാത്ത കോലത്തിൽ നമ്മളതിനെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഹാഫിസ് ബാംഗ്ലൂരാണുള്ളത്. അതിനൊരു ദേശപരിധി ഉണ്ടല്ലോ. ശരിക്കും ആ ദേശമില്ല. പരിപാടി നടക്കുന്നത് ഒരു പേരാമ്പ്രയായിരിക്കും, പക്ഷെ അവിടെ നിന്ന് പോലും ആസ്വദിക്കുന്നു. ദേശത്തിന്റെ ഒരു വ്യത്യാസങ്ങളില്ലാതെ കാലങ്ങളുമില്ല. എനിക്ക് എൻ്റെ ഏത് സമയത്തും എനിക്ക് ഈ സാധനത്തെ ആസ്വദിക്കാൻ പറ്റും. എനിക്കൊരു 40 വയസ്സായപ്പോലും പേരാമ്പ്ര ഡിവിഷനോ അല്ലെങ്കിൽ കോഴിക്കോട് നോർത്ത് ജില്ലാ സാഹിത്യോത്സവത്തിൻ്റെയോ എന്നല്ല ഏതൊരു സാഹിത്യത്തിൻ്റെയും ഒരു അക്ഷരങ്ങളെയോ അല്ലെങ്കിൽ അലയൊലികളെയോ എനിക്ക് എപ്പോഴും ആസ്വദിക്കാൻ പറ്റും. സാഹിത്യോത്സവ കാലം നമ്മൾ പ്രയോഗിക്കാറുണ്ട്. ശരിക്കത് ശരിയായ പ്രയോഗം എല്ലാം തോന്നുന്നു. കാരണം സാഹിത്യോത്സവത്തിന് കാലം ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നു, മത്സരാർത്ഥിയിൽ പങ്കെടുക്കുന്നു, പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ സംഘാടകരാകുന്നു, പിന്നെ നമ്മളതിൻ്റെ ആസ്വാദകരായി മാറുന്നു. അപ്പോഴൊക്കെ നമുക്ക് സാഹിത്യോത്സവം നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതിന് സാഹിത്യോത്സവം നമ്മുടെ മത്സരാർത്ഥികളെയോ അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരെയോ മാത്രമല്ല, ഒരു മത്സരാർത്ഥി വീട്ടിൽ നിന്ന് സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അതിൽ
സാഹിത്യോത്സവിൻ്റെ ഭാഗമാവുകയാണ്, അവരും അത് ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ സാഹിത്യോത്സവിൻ്റെ സംഘാടകനായിട്ട് ബന്ധപ്പെട്ട് ഒരു നാട്ടിലൊരു ഒരു യൂണിറ്റിൽ നമ്മൾ ഡിവിഷൻ സാഹിത്യോത്സവം നടത്തുമ്പോൾ അല്ലെ ജില്ലാ സാഹിത്യോത്സവം നടക്കുന്ന സമയത്ത് ആ നാട് മൊത്തം സാഹിത്യോത്സവത്തിന് വേണ്ടി ആലോചിക്കുകയാണ്. അപ്പോൾ അവരും ആ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമാവുകയാണ്. അങ്ങനെ ഒരു സാഹിത്യോത്സവ കാലം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു കാലം നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയില്ല. റാഷിദ് പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഈ നേരത്തെ സാർ ഷഫീഖ് സാർ പറഞ്ഞിരുന്നില്ലേ, ചില സമയത്ത് ഏതെങ്കിലും ഒരു മൊമെൻ്റ് ആയിരിക്കും അയാളെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾക്ക് ഇരിക്കുന്ന സമയത്ത് ഇതിൽ ആരെങ്കിലും പാട്ട് പാടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു. അവിടെ ലീഡ് ചെയ്യുന്ന ഒരാൾ ചോദിച്ചപ്പം കുറേ ആൾക്കാർ ഇയാളുടെ പേര് പറഞ്ഞു. മുന്നേ വലിയ പാട്ട് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും മൂപ്പർ വേദിയിലേക്ക് വന്ന് ഒരു പാട്ട് പാടി. ആ പാട്ടിൻ്റെ പിൻബലത്തിൽ കുറേ പാട്ടുകൾ പാടി പിന്നീട് ഭയങ്കര അറിയപ്പെട്ട ഗായകനായിരുന്ന ഒരാളുടെ അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മൂപ്പറെ അവിടെ ഉയർത്തിക്കൊണ്ടുവന്ന സാധനം എപ്പോഴോ കൊടുത്തൊരു കലയുടെ ഇനീഷ്യേഷനാണ്. സാഹിത്യോത്സവം എന്നെ വളർത്തിയെന്ന് പറയാം. അത് ഇന്ന വർഷത്തെ സാഹിത്യോത്സവം എന്നെ വളർത്തുന്ന ഇന്ന് അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഉള്ളടക്കമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാശയം, എന്തോ ഒരു ശക്തി ഉണ്ടല്ലോ അതിന്റെ പിന്നിൽ. ഈ ശക്തി കാലങ്ങളെയും ദേശങ്ങളെയും എല്ലാം അതിജയിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇവിടെ തന്നെയാണ് ശരിക്കും നമ്മളൊരു തീമിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം വരുന്നത് ഇവിടെയാണ്. ഒരു കാലവും ആശയവും പരസ്പരം സംഘട്ടനം നടത്തുന്ന സമയത്ത് ഈ കാലത്ത് വിസ്മരിക്കപ്പെടുന്ന ഇടങ്ങൾ ഉണ്ടാകാറുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നത് കാലം നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കാറുണ്ട്. കാലത്തിൻ്റെ ഭാഷ, ഓരോ കാലത്തിൻ്റെയും ഭാഷ, ഓരോ കാലത്തിൻ്റെയും വേഷം, സംസ്കാരം, ആ കാലത്തുണ്ടാകുന്ന ഒരു സാമൂഹ്യ ക്രമം, ഇതെല്ലാം നമുക്കുണ്ടാക്കി തീർക്കുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. പുതിയ കാലത്ത് നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ കാലം ഉണ്ടാക്കി വരുത്തുന്ന ഒരുപാട് പ്രതിസന്ധികൾ, ഈ പ്രതിസന്ധികൾ മനുഷ്യൻ എങ്ങനെയാണ് അതിജയിക്കുക എന്നുള്ളത് കൂടെ ശരിക്കും ഇതിൻ്റെ ഒരു ആലോചനയായിട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ നേരത്തെ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ കാലത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ശരിക്കും അയാളെ എല്ലാ കാലത്തിലേക്കും, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എല്ലാ കാലത്തിലേക്കും അയാൾക്ക് റിസൾട്ട് കൊടുക്കുന്ന സാധനമാണ്. നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ശരിക്കും ഉണ്ടായി വരുന്നത് പെട്ടെന്ന് വെട്ടിമുളിക്കുന്ന സാധനമൊന്നുമല്ല. പകരം ഒരുപാട് ചിന്തകളിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വരികളിലേക്കും വരകളിലേക്കും വർണ്ണനകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അയാളുടെ ചിന്താമണ്ഡലങ്ങളിൽ കടന്ന് ഒരുപാട് സാധനങ്ങൾ കറങ്ങാണ്. ആ കറങ്ങുന്നതിലൂടെ ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടാവുകയാണ്. ആ പരിഹാരം പുറത്തേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാണ്. ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ അയാൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഈ അനുഭവങ്ങളിലൂടെ അയാൾക്ക് പ്രതികരണ ശേഷി ഉണ്ടാവുകയാണ്. ഇങ്ങനെ അയാളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി വല്ലാതെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ അവിടെയും ആവർത്തിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ വളരുന്ന സമയത്തൊക്കെയും നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധി ഉണ്ട്. ഈ കുട്ടികളുടെ ഭാഷ, സോഷ്യൽ മീഡിയയിലെ ഭാഷ, ഇത് കാലം വരുത്തി തീർക്കുന്ന ഒരു മാറ്റമാണല്ലോ. ഈ ഭാഷയോട് എങ്ങനെയായിരിക്കും മനുഷ്യന് പ്രതികരിക്കാൻ സാധിക്കുക? അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഈ സാഹിത്യോത്സവ കാലം എന്ന് പറയരുത് എന്നാണ് റാഷിദ് തുടക്കത്തിൽ പറഞ്ഞത്. സാഹിത്യോത്സവം എന്ന് പറയുന്ന ഒരു ആശയം, ആ ആശയത്തെ മുൻനിർത്തി തന്നെ നമ്മൾ ആ ഒരു പ്രതിസന്ധി ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതില്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം സമയം മാറുന്നതനുസരിച്ച് കുട്ടികൾക്ക് മാറ്റം വരുന്നുണ്ട്, സമൂഹത്തിന് മാറ്റം വരുന്നുണ്ട്. ആ മാറ്റത്തെ അതിജീവിച്ചാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് ശരിയാണ്. നമ്മൾ നോക്കിയാൽ മതി, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളിൽ മാറ്റം വരുന്നുണ്ട്. പണ്ട് നമ്മൾ ഉപയോഗിച്ച ഭാഷയല്ല, നമ്മളിപ്പോൾ നാട്ടും പുറത്തുള്ള സംസാരത്തിൽ പോലും നല്ല മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വല്ലാതെ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. നമ്മുടെ പരിസരത്തുള്ള ആളുകൾ, നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ, അതായത് നമ്മുടെ ഗ്രാമത്തിൽ ഒതുങ്ങുന്ന ഒരു പരിചയ വലയം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ആരുമായിട്ട് ചങ്ങാതം കൂടാനും ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകളായിട്ട് ആശയവിനിമയം നടത്താനൊക്കെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളൊക്കെ വളരെ വിശാലമായി, പല രാജ്യങ്ങളിലുള്ള ആളുകൾ, പല ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമുക്ക് ആശയവിനിമയം നടക്കണം, കമ്മ്യൂണിക്കേഷൻ നടക്കണം. അപ്പോൾ നമ്മളൊരു ഭാഷയിൽ മാത്രം നമ്മുടെ ആശയവിനിമയത്തെ ഇപ്പോൾ മലയാള ലാംഗ്വേജിൽ മാത്രം നമ്മുടെ പരസ്പരമുള്ള ആശയവിനിമയം ഒതുക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലോബൽ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പുതിയ കാലത്തെ വ്യത്യാസങ്ങൾ ഒരു സാധ്യതയാണ്. അതെ, ഇമോജികളൊക്കെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് എന്ന് തോന്നുന്നു. തീർച്ചയായും ഇമോജികളൊക്കെ ശരിക്കും ഭാഷകളെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്മൈലിയിൽ ചിരി പടർത്താൻ എനിക്ക് മലയാളം ഭാഷ വേണമെന്നില്ല. ചിരി പടർത്തിക്കൊണ്ട് മറുപടി കൊടുക്കാൻ ശരിക്കും മലയാളത്തിൻ്റെ ഭാഷ ആവശ്യമുണ്ട്. ആർക്കും ചിരി കൊടുക്കാം. എന്നാലും ശരിക്കും ഇമോജികൾക്ക് ഒരു അപൂർണതയില്ലേ?
സത്യത്തിൽ ഈ സ്കിബിഡികളുടെ അതല്ലെങ്കിൽ പൂക്കികളുടെ ഭാഷയിൽ ഇമോജികൾ വളരെ സ്വാധീനിക്കുന്നുള്ള സത്യം തന്നെയാണ്. എന്നാലും അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത്, ഞാൻ ഒരാളോട് സംസാരിക്കുക, എൻ്റെ ഏറ്റവും വേഴ്സ്റ്റായ സമയത്ത് ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ തിരിച്ചു തരുന്ന മറുപടി ഒരു ഇമോജി ആണെങ്കിൽ എനിക്കതിനത് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന സാധനം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന മറുപടി അല്ല ചിലപ്പോൾ അയാൾ തിരിച്ചു തന്നിട്ടുണ്ടാവുക. അയാൾ എക്സ്പെക്ട് ചെയ്ത സാധനമായിരിക്കില്ല ഓപ്പോസിറ്റ് നിൽക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ശരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമാണ്, ഒരു അന്തരം അതെ രണ്ടും തമ്മിൽ. അഥവാ ഇമോജി കൊണ്ട് എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ശരിക്കും ഇപ്പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ അവരെന്താണോ, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ലാംഗ്വേജ് മനസ്സിലാകാത്ത ഒരു അപൂർണത ഇവിടെ ക്രിയേറ്റ് അതൊരു ചെയ്യപ്പെടുന്നു. പോരായ്മയാണെങ്കിൽ പോലും ഒരു പോസിറ്റിവിറ്റി ഞാൻ അതിൽ കാണുന്ന വിഷയങ്ങളിൽ നമ്മളിപ്പോൾ എഴുത്തിലൂടെ പറയുന്ന സമയം, നമ്മളിപ്പം സംസാരിക്കുന്ന സമയത്ത് ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് വരുന്ന മാറ്റങ്ങളും നമ്മുടെ നമ്മുടെ സംസാരത്തിലുണ്ടാകുന്ന പിന്നെ ശബ്ദ വ്യതിയാനങ്ങളൊക്കെ ഭാഷയേക്കാൾ വേഗത്തിൽ കേൾവിക്കാരന് ആശയം പിടികിട്ടാൻ സഹായിക്കും. അപ്പോൾ നമ്മളത് എഴുത്തിലേക്ക് മാറുന്ന സമയത്ത് എന്താണോ കൃത്യമായിട്ടുള്ള ആശയങ്ങൾ ചോർന്നു പോകുന്നുണ്ട്. കാരണം എഴുത്തിലൂടെ പൂർണ്ണമായി നമ്മുടെ വികാരത്തെ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ഇമോജി ആണെങ്കിൽ കുറച്ചുകൂടെ സാധ്യത കൂടുമെന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇമോജികളുടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ ശരിക്കും ആൾക്കാർക്ക് ക്ഷമ പോവുക, ഈ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഒരാളോട് നേരത്തെ പറഞ്ഞ ഒരാൾക്ക് വേണ്ട സാധനം ഒരു 5 മിനിറ്റ് സംസാരമാണ്. പകരം ഒരാൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡിൻ്റെയും മില്ലി സെക്കൻഡ്സിൻ്റെ ഒരു ഇമോജി കൊടുക്കുകയാണ്, ഒരു മില്ലി സെക്കൻഡ് ഇമോജി കൊടുക്കുകയാണ്. അയാൾക്ക് അവിടെ ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ സാധനം കിട്ടുന്നില്ല. ഇതിൻ്റെ ഇപ്പുറം അഥവാ ഈ മറുപടി കൊടുക്കുന്ന ആൾ ഒരു സ്മൈലി കൊടുക്കാൻ കാരണം അയാളുടെ അക്ഷമയാണ്, ക്ഷമയില്ലാത്ത. അത് ഇത്രയും സമയം ഞാൻ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അയാൾക്ക് തന്നെ തോന്നുകയാണ്. പകരം ഇങ്ങനെ ഒരു അങ്ങനെ കാണുന്നില്ല എന്ന് പറയാൻ കാരണം അതൊരു പക്ഷെ അക്ഷമയായിരിക്കില്ല. ആ കാലത്തെ ഏറ്റവും നല്ലൊരു ഭാഷ അയാൾ ഞാനിവിടെ വേറൊരു പ്രതിസന്ധി കൂടെ ഞങ്ങൾ മുന്നിലേക്ക് ഇടാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കും. നേരത്തെ നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഹാഫിസ് തന്നെ എന്നോട് ആ ഒരു അനുഭവം പറഞ്ഞിരുന്നു. ഒരു കസിൻ എന്നെന്തോ മറ്റോ. അതെ അതെ, ഞാനിങ്ങനെ എൻ്റെ അടുത്ത റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു സ്കിബിഡി അല്ലെങ്കിൽ പൂക്കി എന്നൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന ഒരു മോഡേൺ പുതിയ കാലത്തെ ഒരു കുട്ടി എന്നോട് ഭയങ്കര ഒരു 60-70 വയസ്സുള്ള ഒരാൾ ഇതാരാണെന്ന് ചോദിച്ചു. സംസാരിക്കും ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കസിനാണെന്ന് പറഞ്ഞു. ശരിക്കും എൻ്റെ കസിനാണെന്ന് പറയുമ്പം അവിടെ ഈ വലിയ 2 ജനറേഷൻ ഗ്യാപ്പുള്ള, അത്രയും ഗ്യാപ്പുള്ള ഒരാൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഇതെൻ്റെ കസിനാണ്. ഓപ്പോസിറ്റ്, അതായത് ആരാന്ന് ചോദിച്ചാൽ ആൾക്ക് സത്യത്തിൽ ആരാന്ന് പോലും മനസ്സിലായിട്ടില്ല. അങ്ങനെയുണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു സ്പേസ്. ഈ സ്പേസ് ശരിക്കും ആരാണ് ഫില്ല് ചെയ്യുക? അതിൻ്റെ ഉത്തരവാദിത്വം ശരിക്കും ആരാ ഏറ്റെടുക്കുക? ശരിക്കത് ഒരു പരിധിവരെയൊക്കെ സാഹിത്യകാരന്മാർ ഏറ്റെടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ബഷീറിനൊക്കെ നമ്മൾ ഇപ്പോഴും വായിക്കുന്നുണ്ട്, ഇപ്പോഴും ബഷീറിന് പ്രസക്തിയുണ്ട്, വായനക്കാരുണ്ട്. ഒരുപക്ഷെ ബഷീർ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ ബഷീറിന്റെ കാലത്തുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ കുഞ്ഞിപ്പാത്തു എന്നൊക്കെ പറയുന്നത് ആ കാലത്ത് നമ്മളിപ്പോഴും വായിക്കുന്നു, നമുക്ക് ആശയം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാഹിത്യത്തിന് കാലം ഇല്ല എന്ന് തന്നെയാണ് അത് തെളിയിക്കുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊന്നുകൂടെ വിശാലമായിട്ട് ഈ സാധനത്തിന് സാഹിത്യം എന്ന് പറയും, സാഹിത്യങ്ങൾ ഉത്തരമാകുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ വിശാലമായിട്ട് ഇതിനെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാലം വരുത്തി വെക്കുന്ന മാറ്റങ്ങൾ പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് കാലം വരുത്തി വെക്കുന്ന ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ആതുര കാലങ്ങളുണ്ടാകും. കോവിഡ് കാലം നമ്മളെല്ലാവരും അതിജീവിച്ച ഒരാളുകൾ കൂടെയാണ്. ഫലസ്തീനിലെ ജനത നമുക്ക് എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനത കൂടെയാണ്. 1948 ശേഷം അവരെ സ്വന്തം ഭൂമിയിൽ നിന്ന് അവരെ പിഴുതെടുക്കുന്ന സമയത്ത് ദർവേഷിന്റെ കവിതകൾ ആ സമയത്താണ് പ്രസക്തി അറിയിക്കുന്നത്. ശരിക്കും ദർവേഷ് ചെയ്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഐഡന്റിറ്റി ഇല്ലാത്ത രൂപത്തിൽ സ്വന്തം ദേശത്തിൽ നിന്ന് ഇവരെ പിഴുതെറിയുന്ന ഒരു സമയത്ത് ദർവേഷ് ആ ഐഡന്റിറ്റിയെ സാഹിത്യത്തിലൂടെ കൊണ്ടുവരികയാണ്. ദർവേഷിന്റെ ഒരു കവിതയിൽ ദർവേഷ് തുടക്കത്തിൽ പറയുന്നുണ്ട്, സജ്ജിൽ അന അറബിയൻ, എഴുതി വെച്ചോളൂ ഞാൻ അറബിയാണ്, അഥവാ എൻ്റെ ഐഡന്റിറ്റി ഞാനൊരു അറബാണ് എന്നുള്ളതാണ്. ശരിക്കും അതവിടെ എഴുതപ്പെടുകയാണ്. ഇവരെന്താണോ മായ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു വലിയൊരു രചനയിലൂടെ അതിൽ ദർവേഷിന്റെ രചനകളിൽ നമുക്ക് ശരിക്കും ഈ ഫലസ്തീനിലെ ദർവേഷിന്റെ ഉമ്മയുടെ കോഫിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റും, മണ്ണിന്റെ നിറം അനുഭവിക്കാൻ പറ്റും.
ഇത് അത് എന്താണോ വിസ്മരിക്കാൻ ശ്രമിച്ചിരുന്നത് അത് ഒരു സാഹിത്യ രചനയിലൂടെ അത് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് ഇതിനേക്കാൾ മനോഹരമായ ഒരു അതിജീവനം എന്താണ്? ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. സൊസൈറ്റി എന്താണോ ആഗ്രഹിക്കുന്നത്. അല്ല, അതിജീവനം തന്നെയാണ് ശരിക്കും സാഹിത്യം. കാരണം നമ്മൾ ഏറ്റവും ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മൂളിപ്പാട്ടുകൾ പാടാറുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് നമ്മളിങ്ങനെ നമ്മളെ ശബ്ദങ്ങളെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും എന്താ പറയുക രസകരമായ വേർഷൻ നമ്മൾ ഏറ്റവും ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ബാത്റൂമിൽ കയറി നമ്മൾ പാട്ടുകൾ പാടാറുണ്ട്. അതെ അതെ. എന്താ അതിജീവനത്തിന്റെ സംഗീതം എന്നൊക്കെ പറയാം. അത് ഒരു പക്ഷേ ഇന്റൻഷനലി അല്ല, നമ്മളതൊരു ഇന്റൻഷനലി ഇത് എൻ്റെ ഒരു പ്രതിസന്ധി വരുന്നു, ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഒരു പാട്ട് പാടുന്നു. ഇതൊക്കെ നമ്മൾ അറിയാതെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്നുള്ള അതിജീവനത്തിന്റെ സംഗീതം വേണമെങ്കിൽ പറയാൻ ബാത്റൂം നമ്മൾ പോലും അറിയാതെ ഒരു അതിജീവനത്തിന്റെ ഒരു സാഹിത്യവും സംഗീതവും നമ്മളുള്ളിലുണ്ട്. പ്രകൃതിപരമായിട്ടുള്ള സ്ഥിതിയായിട്ട് മാറും. ചരിത്രങ്ങളിലൊക്കെ ഈ പ്ലേഗൊക്കെ അതെ പ്ലേഗൊക്കെ വന്ന സമയത്ത് അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് മാലകളൊക്കെ നശീതകളൊക്കെ രചിച്ചിരുന്നല്ലോ. ഒരുപാട് മങ്കൂസ് മൗലിലൊക്കെ അതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിരുന്നല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ സാഹിത്യം കൊണ്ട് അതിന്റെ ഒരു തുടർച്ച എന്നാൽ മങ്കൂസ് മൗലിദ് ഒരു പ്രതിസന്ധിക്ക് അതിജീവനം എന്നുള്ളതൊക്കെ രചിക്കപ്പെട്ടപ്പോൾ എല്ലാ കാലത്തും അതിജീവനത്തിന്റെ ഒരു ഉത്തരമായി മങ്കൂസ് മൗലിദ് മാറി എന്നുള്ള. ബുർദയിൽ ഇങ്ങനെ ഒരു വരി ഉണ്ടല്ലോ, എന്താ എൻ്റെ അറബി കൃത്യമായിട്ട് അറിയില്ല വരികൾ. എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ ഹബീബിലേക്ക് ഞാൻ എൻ്റെ വരികളൊക്കെ ചേർത്ത സമയത്ത് എനിക്ക് അതെ വമുന്ദു അൽസംതു അഫ്കാരി മദാഇഹു വജത്തുഹു ലിഖലാസി ഖൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിൽ ചിന്ത തളച്ചിട്ടത് മുതൽ ഞാൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എല്ലാം ഹബീബിലേക്ക് തളച്ചിട്ടപ്പം എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഞാൻ അവിടെ കാണുന്നുണ്ട്. ബുർദയുടെ ഒരു രചനയുടെ തുടക്കം എന്ന് പറയുന്നതും രോഗം വന്നു, രോഗത്തിന്റെ അതുകൊണ്ടാണല്ലോ പേര് പോലും ബുർദ എന്നുള്ളത് നമ്മൾ പൊതുപ്പ് എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. അതിജീവനത്തിന്റെ ഒരു എനിക്ക് തോന്നുന്നത് നേരത്തെ നമ്മൾ ഇടയിൽ വിട്ടുപോയ ഒരു കാര്യം താരാട്ടുപാട്ടാണ്. താരാട്ടുപാട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നമ്മൾ ഈ SSFന്റെ കോഴിക്കോട് നോർത്ത് ജില്ലാ സാഹിത്യോത്സവത്തിന്റെ തീമിന്റെ വിവിധങ്ങളായ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി ടൗണിൽ നമ്മളൊരു പാട്ട് കച്ചേരി നടത്തി. ശരിക്കും അത് നമ്മുടെ തീമിന്റെ പ്രകാശനം കൂടിയായിരുന്നല്ലോ. അതിൽ താരാട്ടുപാട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ താരാട്ടുപാട്ട് കൊണ്ട് തുടങ്ങിയാണ്. അല്ല, അതിനൊരു ട്രാൻസ്മിഷൻ കണ്ടിരുന്നു. തുടക്കത്തിൽ താരാട്ടുപാട്ട്, അവസാനങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരുപാട് ആളുകളുടെ ഓരോ കാലങ്ങളെയും ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു അവസാനത്തെ എൻഡിലേക്ക്. ഇതില് സൈറായിട്ടുള്ളൊരു സംഭവം, താരാട്ടുപാട്ടുകൾക്കൊരു കാലവും ഇല്ല. ഇപ്പോൾ നമ്മളതിൽ ഉന്നയിച്ചിരുന്ന ഒന്ന് തഴവോസ്താദിന്റെ ബൈത്തുകളായിരുന്നു. ആ കാലത്തെ ആത്മീയതയെ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒന്നായിരുന്നു തഴവോസ്താദിന്റെ ബൈത്ത്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപക്ഷെ നമ്മളത് അനുഭവിച്ചിട്ടുണ്ടാവും. നഫീസത്തുമാല നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഗർഭിണികളായ സ്ത്രീകൾക്ക് എന്നും അതൊരു ആശ്വാസമായിരുന്നു നഫീസത്തുമാല എന്ന് പറയുന്നത്. അതൊരു സാഹിത്യമാണല്ലോ. പക്ഷെ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും താരാട്ടുപാട്ടുകൾക്ക് അങ്ങനെ ഒരു കാലമില്ല. താരാട്ടുപാട്ടുകൾക്ക് ഭാഷ പോലും ഇല്ല. അതെ, അതിന് രീതി വേണമെന്നില്ല. ഞാനൊരു കുട്ടിയെ ഉറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഉമ്മ കുട്ടിയെ ഉറക്കുന്ന സമയത്ത് ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും മുളാം. ഒരു ഭാഷയോ ഒരു ശൈലിയോ ഒരു സാധനം വേണമെന്നില്ല. ഒരു ഭാഷയോ ഒരു രീതിയോ ഇല്ലാതെ തന്നെ താരാട്ടുപാട്ട് കുട്ടികളെ ഉറക്കുന്നുണ്ട്. തിരിച്ചറിയുന്നു, ഉമ്മയുടെ ആവശ്യം നിറവേറുന്നു. ശരിക്കും സത്യത്തിൽ അത് ഒരു ഇമോഷണൽ കണക്ഷൻ ആണ്. അത് ഇമോഷണലി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ശരിക്കും എനിക്ക് തോന്നുന്നു അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, മനുഷ്യർക്കിടയിലുള്ള ആ ഒരു ഇമോഷൻ അതെല്ലാ കാലത്തും ആ ഇമോഷൻ അവിടെ അത് കണക്ട് ആവും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, രണ്ട് തലമുറകൾക്കിടയിൽ ആര് കണക്ട് ചെയ്യുന്നുള്ളത്. അവിടെ നിന്നാണല്ലോ നമ്മൾ സാഹിത്യത്തിലേക്ക് ഉത്തരമായിട്ട് എത്തിയത്. ഒരുപക്ഷെ നിങ്ങൾ നോക്കൂ, ചെറിയ കുട്ടി ജനിച്ച ഉടനെയുള്ള ഒരു കുട്ടി, ആ കുട്ടിക്കൊന്നും അറിയില്ല, ആ കുട്ടിക്ക് ഭാഷയില്ല, ആ കുട്ടിക്ക് പിന്നെ അറിയപ്പെട്ട ഉപ്പയോ ഉമ്മയോ പരിചിതമായിട്ടുള്ള മുഖങ്ങളൊന്നുമില്ല. ഈ കുട്ടി എങ്ങനെ കരച്ചിൽ, ആരോട് കരയും, കരച്ചിലിന് എങ്ങനെ പരിഹാരം കിട്ടും? ശരിക്കും ഉമ്മ എന്ത് ചെയ്യുന്നു, ആ കുട്ടിക്കുള്ള ഉത്തരം കൊടുക്കുന്നു. അതിനൊരു ഈ കണക്ടിവിറ്റി ശരിക്കും ഉണ്ടാക്കിയത് ഈ കലയാണല്ലോ. താരാട്ടുപാട്ട് എന്നുള്ളൊരു കല, അതിന് ഭാഷയില്ല, നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയൊന്നുമില്ല. ഈ കണക്ടിവിറ്റിയാണ് വളരെ പ്രധാനം. ഇത് ആര് കണക്ട്, നമ്മൾ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. എനിക്ക് അവിടെ ഒരു ആശങ്ക കൂടി ഉന്നയിക്കാനുള്ളത്, ഈ പഴയത് പുതിയത് ഒരു ദ്വന്ദ്വമാണ് നമ്മുടെ കാലത്ത്. പഴയ കാലം പുതിയ കാലം. ശരിക്കും പഴയ കാലം എന്ന് പറയുന്ന സാധനം പുതിയ കാലം എന്ന സാധനങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പഴയ കാലം എന്ന സാധനം ശരിക്കും ഉണ്ടാവും. പഴയ കാലം ഒരു കാലത്ത് പുതിയതായിരുന്നു. ഇപ്പൊ ഈ കാലം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലം ഒരു പുതിയ കാലമാണ് നമ്മൾ പറയുന്നത്. കുറച്ച് നമ്മൾ പറയുന്നു നമ്മൾ അന്ന് സംസാരിച്ചത്
ഇവിടെ നമ്മൾ അന്ന് സംസാരിച്ചിരുന്നത്, നമ്മൾ അന്ന് ഒരുമിച്ച് കൂടിയിരുന്നത്. വരുന്നൊരു തലമുറക്ക് ഈ ഒരു കാലം പഴയ കാലമാണ്, നമുക്ക് എന്നാൽ പുതിയതാണെങ്കിൽ പോലും. നമ്മളൊരു സമയത്ത് പുതിയ കാലം എന്ന് പറഞ്ഞ സാധനം എപ്പോഴോ പഴയ കാലമാവുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട്. ഒരുപാട് സമയത്തും നമ്മൾ ഈ പഴയ കാലം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കുറേ സമയത്ത് ഇപ്പം നമ്മളിരിക്കുന്ന സമയം, ഈ സമയം നമുക്കിത് പുതിയ കാലമാണ്. ഇതിങ്ങനെ പുറകോട്ട് പോകുന്ന സമയത്ത് മാത്രമാണ് അത് പഴയ കാലമാവുന്നത്. ശരിക്കും അങ്ങനെ ഡെറിവേറ്റ് ചെയ്യാനേ പാടില്ല, അങ്ങനെ ഒരു ഡെറിവേഷൻ കൊടുക്കാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കൂടെയുണ്ട്. ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് മുന്നിൽ ആശയപരമായിട്ട് ഒരാൾ വളരെ ഘോരമായി സംവദിക്കുന്ന സമയത്ത് നമ്മൾ അയാളെ തളർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയായിരിക്കും നീ എഴുതാൻ ഇറങ്ങുന്ന പഠിക്കുന്ന സമയത്ത് സമയത്ത് ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. അതെ 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 നമ്മളൊരു പഴഞ്ചൊല്ലായിട്ട് അത് അതെ അതെ പറയാറുണ്ട്. പറയാറുണ്ട്. ശരിക്കും അതൊരു കാലബോധത്തിന്റെ പ്രശ്നമാണ്. ഈ കാലബോധം എന്നുള്ള ഒരു സാധനം പലപ്പോഴും പലരും ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ശരി, അത് മൂല്യമില്ലാത്ത സംസാരം തന്നെ. അത് എനിക്ക് തോന്നുന്നത് ഈ കാലബോധത്തെ പ്ലേസ് ചെയ്യേണ്ട സമയത്ത് കാലബോധത്തെ വളരെ അപക്വമായി പ്രയോഗിച്ചു എന്നുള്ളതാണ് ആ യെസ് സാധനം. യെസ്. ആ കുട്ടിക്കൊരു കാലയില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിക്ക് പ്രതികരിക്കാൻ പറ്റില്ല എന്നാണോ? നേരെ തിരിച്ചു വരാം. അതായത് ഞങ്ങൾ ടെക്നോളജിയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത്, 2K കിഡ്സ് ആണെന്നൊക്കെ പറയുന്നത്. അതൊരു Skibidis. അതെ അതെ. ഈ Skibidis പുതിയ ആണ്. കാലത്ത് ട്രെയിനിങ്ങുകളൊക്കെ വളരെ വ്യാപകമായി നടക്കുകയാണ്. അധ്യാപകർ ഇത്തരം കുട്ടികളെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കും. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ കാലബോധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾക്ക് കാലബോധമുണ്ട് എന്ന് പറയണമെങ്കിൽ ശരിക്കും അവിടെ എനിക്ക് തോന്നുന്നത് ഒരു 3 എലമെന്റുകളെങ്കിലും അതിൽ വരണം. ഒന്ന്, ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള കൃത്യമായ അവബോധം വേണം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് നിക്കറിട്ട കാലം എന്നൊക്കെ നമ്മൾ ചിലപ്പം പറയാറുണ്ട്. എപ്പോഴായിരുന്നു അത് കാലം? ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പ്രയോഗം കൂടിയാണ് അത് നിക്കറിട്ട കാലം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാലം എന്തായിരുന്നു? ആ കാലത്ത് ശരി അതായിരുന്നു. ഓരോ കാലത്തും ഒരു ശരികളുണ്ട്. നമ്മൾ സംസാരത്തിൽ പോലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഈ സംസാരങ്ങളിലൊക്കെ ഒരുപക്ഷെ ഈ മാറ്റങ്ങൾ ആ കാലത്ത് ശരിയതായിരുന്നു എന്ന ചരിത്രാവബോധം ഉണ്ടാകേണ്ടതുണ്ട്. 2, പുതിയ കാലത്തെ നമ്മൾ അറിയേണ്ടതുണ്ട്. പുതിയ കാലം എന്ന് പ്രയോഗിക്കുന്നത് പ്രശ്നമായിപ്പോയി എങ്കിലും കൂടെ നമ്മൾ പ്രസന്റിനെ നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താണ് പ്രസന്റിലെ ഭാഷ എന്താണ്? മൂന്നാമത്തെ ഒരു എലമെന്റ്, ഫ്യൂച്ചറിനെയും നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ടാകും. ഇതാണ് ശരിക്കും ആ ഫ്യൂച്ചർ. ബോധമുള്ള ആൾക്കാരാണ് ശരിക്കും മൂല്യമുള്ള ആൾക്കാർ. എന്നാൽ നേരത്തെ നിന്ന് കഴിഞ്ഞു പോയ കാലത്തിനെയും അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെയും ഇനി വരാനിരിക്കുന്ന സംഗതികളൊക്കെ ആ വിഷയങ്ങൾക്കൊക്കെ ബോധ്യമുള്ള ആളാണ് ശരിക്കും മൂല്യമുള്ള ഒരാളെന്ന് പറയാൻ പറ്റുക. ഇവിടെ വേറൊരു ചോദ്യം വരാനുള്ള ഒരു സാധ്യത, ചോദ്യം എന്നല്ല, അപ്പോൾ അതിനർത്ഥം നമ്മൾ ഉത്തരം പറയണമെന്നായിരിക്കും. ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പൊതുവെ സമൂഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പിന്നെ നമ്മുടെ ഭാഷ പുതിയ കാലത്തേക്ക് വരുന്ന സമയത്ത് ഞാനൊരു ഉദാഹരണം പറയാം ഒന്നുകൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി. നമ്മൾ പഴയ കാലത്ത് കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നമ്മളല്ല, നമ്മളെക്കാൾ മുമ്പുള്ള ആളുകൾ കാളവണ്ടിയിൽ പോയി ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നു. പുതിയ കാലത്ത് നമുക്ക് കാറുണ്ട്. അപ്പോൾ ഒരാൾ പറയാണ് ഞാൻ എൻ്റെ കാലത്ത് നിന്ന് ഒരിക്കലും മാറില്ല, എനിക്കിപ്പോഴും കാളവണ്ടിയിൽ പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളോട് പറയും നിങ്ങൾ വല്ലാത്തൊരു അപക്വമായ നിലപാടില്ല. അത് കാലബോധം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതേ സ്ഥാനത്ത് കാർ ഉപയോഗിച്ചുകൊണ്ട് ആ കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ്. കാലം മാറുമ്പോഴും മൂല്യങ്ങൾ അവിടെ തന്നെ അവശേഷിക്കുന്നു. ആ മൂല്യങ്ങളെ വ്യത്യസ്തമായ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനെ തരണം ചെയ്യുന്നു എന്നുള്ളൊരു സാധനം. പക്ഷേ നേരത്തെ പറഞ്ഞൊരു സാധനമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ ഇപ്പം ഇന്നിപ്പോൾ ഒരു ന്യൂസ് കണ്ടിരുന്നു, ബിറ്റ് ചാറ്റ് എന്ന് പറയുന്ന ആപ്പ് ഒരാൾ ഇൻസ്റ്റാൾ ചെയ്തു, ഇൻവെന്റ് ചെയ്തു. ആ പുള്ളി പറയുന്നത് നമുക്ക് ഡാറ്റ വേണ്ടാതെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആളുകളായിട്ട്. വാട്സപ്പ് പോലത്തെ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയ ആപ്പുകളുണ്ടല്ലോ, ഇതിന് നമുക്ക് നെറ്റ്വർക്ക് വേണം. നെറ്റ്വർക്ക് ഇല്ലാതെ ആളുകളെ സംവദിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും അപ്ഡേറ്റഡായി അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ പുതിയ സിസ്റ്റംസൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 2Gയിൽ നിന്ന് മാറി 3Gയിൽ നിന്ന് മാറി 4G 5G കഴിഞ്ഞ് 6Gയിലേക്ക് ആൾക്കാർ കടന്നുകൊണ്ടിരിക്കുക. ഈ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ക്ഷമ എന്ന സാധനം ഇല്ലാണ്ടായി പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, നേരത്തെ നമുക്ക് സംസാരിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, പരസ്പരം സംസാരിക്കാൻ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളുകളായിട്ട് മാത്രമായിരുന്നു. മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് അല്ലേ, നമുക്ക് ഏറ്റവും അടുത്തുള്ള ആളുകളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. ആ ആളുകളിലൊക്കെ നമ്മൾ ഭയങ്കര പ്യുവറായിട്ടാണ് സംസാരിച്ചിരുന്നത്. അതായത് അത് മാറി മൊബൈൽ ഫോൺ വന്നു. മൊബൈൽ ഫോണിൻ്റെ ഒരു അതിപ്രസരം നമ്മളിലേക്ക് കുറേ ആളുകൾക്ക് ഫോൺ വിളിക്കുക അല്ലെങ്കിൽ കുറച്ച് ദൂരമുള്ള ആളുകളെ സംസാരിക്കുക. പുറത്ത് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ സംസാരിക്കാൻ കുറച്ചും പ്രയാസമായിരുന്നു. അതിൽ മൊബൈൽ ഫോണിന് മുമ്പ് സാധാ ഫോണുകൾ, അതൊക്കെ നമ്മൾ ദൂരമുള്ള ആളുകളോട് സംസാരിക്കുക എന്നുള്ള സാധനത്തിലേക്ക് വന്നു. അപ്പോഴും ഇത് ഈ ഒരു സ്പേസ് വാസ്റ്റായി ഒരുപാട് ആളുകളിലേക്ക് എത്തി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ആളുകളിലേക്ക് എത്തി, ടെക്നോളജി വിശാലമാണ്. ഈ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഫ്രീ അല്ലെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്ത് വിളിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു.
ഞാനിപ്പം ഉം. ഷെഫീഖ് സാർ വിളിക്കുക റീചാർജ് ചെയ്ത് നമുക്ക് വേണ്ടത് മാത്രം സംസാരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആവശ്യമുള്ളത് മാത്രം നമ്മൾ സംസാരിക്കും. ആ സമയത്ത് നമുക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കോൾ ചെയ്യാം. നമുക്ക് ആരെയും എപ്പോഴും ഏത് സമയത്തും വിളിക്കാം, എവിടെയുള്ള ആളെയും വിളിക്കാം. പക്ഷേ നമ്മൾ ശരിക്കും അങ്ങനെ ആളുകളായിട്ട് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? 30 സെക്കൻഡ് സ്റ്റാറ്റസ് കാണാൻ പോലും നമുക്ക് സമയമില്ലാത്ത എനിക്ക് സമയമാണ്. തോന്നുന്നത് നമ്മൾ വീണ്ടും ഉസ്താദ് പറഞ്ഞ പോയിന്റ് തുടക്കത്തിൽ നേരത്തെ എവിടെയാണോ എത്തിയത് ആ അതെ പ്രശ്നത്തിലേക്ക് തന്നെയാണ് ഉസ്താദ് പിന്നെയും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് മൂല്യങ്ങളിലായി പോവാ. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. ഉം. അപ്പോൾ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല, പക്ഷെ അപ്പോൾ നമ്മൾ മൂല്യങ്ങൾ മുറുകെ പിടിക്കണം. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തണം. മൂല്യം അപ്പോൾ ഫോണ് വന്നു, പഴയ കത്ത് എഴുതുക അങ്ങനത്തെ സിസ്റ്റം ഒക്കെ മാറിയല്ലോ. ആളുകൾ ഫേക്ക് ആണെന്ന് തോന്നുന്നു എനിക്ക്. പരസ്പര വിശ്വാസം ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് ഈ പരസ്പര മൂല്യം വിശ്വാസം ചോർന്നുകൊണ്ടാണ്. നഷ്ടപ്പെട്ടു പോവാ. എനിക്ക് ഒരു ഉദാഹരണം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വാട്സപ്പിലൊക്കെ മുസ്ലിം സ്ത്രീകളെ കുറിച്ച് പലപ്പോഴായി വരുന്ന ഒരു ചോദ്യം, പിന്നെ എപ്പോഴും ബുർക്കയിട്ട് എന്തിനു നടക്കുന്നു, ശരിക്കും വേഷത്തിൽ മാറ്റം വരണ്ടേ, കാലോചിതമായിട്ടുള്ള വേഷം വരണ്ടേ. ശരിക്കും അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വേഷവും ഇയാളും തമ്മിൽ എന്താണ് ബന്ധം, ഈ ഒരു ആലോചന അവിടെ പ്രസക്ത. ഈ വേഷം ശരിക്കും ഇയാളുടെ ഒരു ഐഡന്റിറ്റിയാണ്. മൂല്യമാണ് അയാളെ അയാളാക്കുന്നത് എന്താണോ അതാണ് ആ വേഷം. ആവേശം ഒരു ഇത് കാലത്ത് പ്രതികരിക്കുന്നില്ല. അത് വേഷം ഒരു കാലത്ത് പ്രതിനിധീകരിക്കുന്നില്ല. ശരിക്കും ഈ പർദ്ദ എന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടിന്റെ സാധനമാണെന്നോ അല്ലെങ്കിൽ അത് ഇന്ന അതിൽ 6-ാം നൂറ്റാണ്ടിന്റെ സാധനമാണെന്നോ ഒരാളുടെ സ്വത്വത്തെ എന്നൊന്നും എഴുതി പ്രതിനിധീകരിക്കുന്ന ഒരു വെക്കപ്പെട്ടിട്ടില്ല. കാര്യത്തെ അതിന് കാലമില്ല. ശരിക്കും നമ്മുടെ അവരുടെ ജീവിത മൂല്യമാണ് അതിൽ നമ്മുടെ സൂചിപ്പിക്കുന്നത്. ഒരു തീമിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതും അത് തന്നെയാണ്. എല്ലാം കാലത്തിലേക്ക് ചുരുക്കി കെട്ടേണ്ട ഒരു ആവശ്യമില്ല. അകാലങ്ങളായിട്ടുള്ള അതെ, ചില നേരത്തെ ഷഫീഖ് സാർ സംഭവങ്ങൾ പറഞ്ഞ കൂടെയുണ്ട്. സാധനം ഉണ്ടായിരുന്നല്ലോ, താരാട്ടുപാട്ടിന്റെ വിഷയങ്ങളിലേക്ക്. ഇതുപോലെ തന്നെയല്ലേ നിങ്ങളൊന്ന് ചോദിക്കേ, നിങ്ങൾ ജനിച്ചിരുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് കേൾക്കുന്ന ഖുർആൻ തന്നെയാണ് നമ്മളിപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. നമ്മളിപ്പോഴും അന്ന് കേട്ടിരുന്ന ബാങ്കുലികൾ തന്നെയാണ് കേൾക്കുന്നത്. നമുക്കതിന് മടുപ്പ് മാറുണ്ടാവും. അതൊരു ചോദ്യം കൂടിയാണ്. സാഹിത്യ സാഹിത്യോത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവലോകനം ഉണ്ടാവല്ലോ. നമ്മൾ പറയും കുട്ടികളൊക്കെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച അതേ പാട്ട് തന്നെയാണ് ഈ വർഷം അതെ അതെ, പാടുന്നത്. പഴയ തീർച്ചയായും കഴിഞ്ഞ പാട്ടുകൾ പറയും. ഔട്ട്ഡേറ്റഡ് ആയി, ഒരു വർഷത്തിനിടയിൽ ഔട്ട്ഡേറ്റ് ആയി. അതെ, എനിക്ക് നമുക്ക് തോന്നുന്നത് മടുപ്പ് ഫീൽ മടുപ്പ് ഫീൽ ചെയ്യും. നമുക്ക് ആവർത്തന വിരസത തീരെ ശരിക്കും പറ്റാത്ത സമയത്ത് പോലും ഇത് നമുക്ക് ഒരുപാട് എന്താ പറയാ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്കാണ് ഇപ്പോൾ ഹാഫിസ് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. ഒരുപക്ഷെ അതിന് ഉത്തരങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ബഷീറിന്റെ സാഹിത്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ബഷീറിനെ നമ്മൾ ഇപ്പോഴും വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ബഷീറിന്റെ അന്നത്തെ സാമൂഹ്യ ക്രമത്തെ ആലോചിച്ച് നമ്മൾ ഇപ്പോഴും വായിക്കുന്നു. അതെ അതെ, ഒരിക്കലും നമ്മൾ ഇന്ന് ഇരുന്നു കൊണ്ടല്ല, ഇന്നത്തെ ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടല്ല, അന്നത്തെ സാഹചര്യങ്ങൾ അല്ലെ അതിന്റെ ഇന്നത്തെ ചില ആലോചനകളായിട്ട് നമ്മൾ കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഖുർആനിലേക്ക് വരുന്ന സമയത്തും ബാങ്കുകളിലേക്ക് വരുന്ന സമയത്തും ഇതെന്തോ ഈ കാലത്തിന്റെ, ഞാൻ എന്തോ എന്ന് മനഃപൂർവ്വം തന്നെ ഇന്റൻഷനലി ഉപയോഗിച്ചതാണ്, എന്തോ ഒന്ന് നമ്മളെ നമ്മളെ സ്വാധീനിക്കുന്ന എന്തോ ഒരു ഘടകം, അത് കാലാതിർത്തികൾ ഭേദിച്ചുകൊണ്ട് നമുക്കുള്ളിൽ വരും. ശരിക്കും ഒരു ദൈവികമായിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട് എന്നാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്ന സമയത്ത് പിന്നെ എല്ലാ കാലത്തെയും പ്രതിസന്ധികൾക്ക് അതൊരു ഉത്തരമാണ്. മോറിസ് ബുക്കായുടെ ഇസ്ലാമിലേക്ക് പ്രവേശനമൊക്കെ ശരിക്കും പറയുന്നത് ഹലക്കൽ ഇൻസാനുമിൽ അലക്ക് എന്നുള്ള ഒരു പ്രയോഗത്തിൽ നിന്നാണ്. അലക്ക് എന്ന പ്രയോഗത്തിന്റെ സയന്റിഫിക്കൽ ഒരു അന്വേഷണത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ഓരോ കാലത്തും ആ സയൻസിലൂടെ അന്വേഷിക്കുന്ന സമയത്തും അതിൻ്റെ ഉത്തരങ്ങൾ ലഭിക്കുന്നു. ഖുർആനിൻ്റെ ഒരു സയൻസ് വായന വേണം എന്നല്ല ഞാൻ പറയുന്നത്, സാധ്യമല്ല. പക്ഷേ കാലങ്ങൾക്കുള്ള ഉത്തരമായിട്ട് എല്ലാ കാലത്തിനും ആ കാലത്തെ സയന്റിഫിക് ആയിട്ടുള്ള അന്വേഷണങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ഈ വിശുദ്ധ ഖുർആൻ മാറുന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ കഴിവിൻ്റെ അപ്പുറത്തുള്ള ഒരു ദൈവികമായ എലമെന്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉറച്ച ബോധ്യത്തിലേക്ക് കൂടെ നമ്മൾ എടുത്തു. അഥവാ ഒന്നുകൂടെ പറഞ്ഞാൽ ഈ എഴുത്തും വായനയും ഒരു സ്ഥലത്ത് നിന്ന് അഭ്യസിക്കാത്ത ഒരു മനുഷ്യനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിലൂടെ ആ സാധനം വരുമ്പോൾ അതിലൊരു ദൈവികമായ ഒരു എലമെന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ മുന്നിലേക്ക് ഇട്ടു തന്നു. അതിന്റെ കൂടെ എനിക്കിങ്ങനെ നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കലകളെ റെപ്രസെന്റ് ചെയ്യാൻ സാധനമുണ്ടല്ലോ, കലകളെ അല്ലെങ്കിൽ സൃഷ്ടിയെ പ്രൊജക്റ്റ് ചെയ്യുക. അത് പഴയ കാലത്ത് നിന്ന്, നേരത്തെ നമ്മൾ ശരിക്കും പഴയ കാലം പുതിയ കാലം എന്ന് പറയാൻ പാടില്ലാന്നാണ് പറയുന്നത്. എന്നാൽ പോലും ഇന്നത്തെ കാലത്തെ പഴയ കാലമായി കണക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വാസ്റ്റായി ശരിക്ക് സ്പേസ് കിട്ടിയിട്ടില്ലേ സത്യത്തിൽ എന്ന് പറഞ്ഞാൽ. നേരത്തെ ഈ പ്രശസ്ത ചിത്രകാരനുണ്ടായിരുന്നല്ലോ ഡാവിഞ്ചി, അയാളുടെ ചിത്രങ്ങൾ ഒരു പക്ഷേ എത്തിയിട്ടുണ്ടാവുക
ഡാവിഞ്ചിയുടെ ചിത്രങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അന്നും പ്രശസ്തരായ ഒരുപാട് ചിത്രകാരന്മാരുണ്ടായിരുന്നു. അവരെ പ്രൊഡക്റ്റുകളൊക്കെ അല്ലെങ്കിൽ അവരെ സൃഷ്ടികളൊക്കെ കുറച്ച് ആളുകളിലേക്ക് മാത്രം എത്തി. അല്ലെങ്കിൽ ഇന്നൊരാൾ സോഷ്യൽ മീഡിയ എന്ന സാധനം ഇല്ലാത്ത ഒരാളായിരുന്നു വെച്ചു കാലമാണെന്ന് കരുതുക. ഞാൻ എഴുതുന്ന എൻ്റെ സൃഷ്ടികൾ എത്തുന്നത് ചുരുങ്ങിയ ആളുകളിലേക്കാണ്. എന്നാൽ എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്. എന്നാലും ഞാൻ എൻ്റെ എഴുത്തുകൾ പ്രതിഫലിക്കുന്ന വളരെ ചുരുങ്ങിയ ആളുകളിലേക്കായിരുന്നു മുന്നേ ആയിരുന്നെങ്കിൽ. എന്ന് പറഞ്ഞാൽ എൻ്റെ എഴുത്തുകൾ കൂടിപ്പോയാൽ ഒരു 10 or 20 ആളുകൾ എൻ്റെ സർക്കിളിലുള്ള ആളുകളിലേക്ക് മാത്രം എത്തും. ഇന്നതങ്ങനെയല്ല. ഇന്ന് ഞാൻ എൻ്റെ എഴുത്ത് എനിക്ക് മില്യൺ കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ അങ്ങനെ വരുമ്പം കലയെ റെപ്രസെന്റ് ചെയ്യുന്ന രീതികൾ മാറുന്നുണ്ട്. അതെ, ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് എത്തിക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കലാകാരന്മാർക്കാണെങ്കിൽ പലരും അനുഭവമൊക്കെ പറയുന്നത്, ഒരു ഗായകനൊക്കെ ആണെങ്കിൽ ആകാശവാണി കൂടിയൊക്കെയാണ് പുറത്തേക്ക് അവരുടെ ശബ്ദത്തെ എത്തിക്കുന്നത്. അതിനുവേണ്ടി നിരവധി തവണ ആകാശവാണിയിലേക്ക് ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, അവർ റിജക്റ്റ് ചെയ്യുന്നു. എഴുത്തുകാരനാണെങ്കിൽ പത്ര ഓഫീസുകളിലൊക്കെ നിരന്തരം അയച്ചതിനേക്കാളും വേഗത്തിൽ തിരിച്ചിങ്ങോട്ട് അയക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കലകൾക്ക് മൂല്യം നഷ്ടപ്പെട്ടു വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രതിസന്ധികൾ വരുന്നു, ഒരുപാട് സാധ്യതകൾ വരുന്നു. കാലത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് സാധ്യതകൾ വരുന്നുണ്ട്, പ്രതിസന്ധികൾ വരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ വല്ലസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലത്തെ സത്യം ചെയ്തുകൊണ്ട് മനുഷ്യർ പരാജിതരാണ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഉണ്ട്. ആ അതിജീവനത്തിന്റെ ഒരു രീതിയിലേക്കായിരിക്കാം ഒരുപക്ഷെ ആ സൂചനകൾ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ഒരു ബോധ്യം ഒരുപക്ഷെ അങ്ങനെ ആകാം. നമുക്ക് ഈ ചർച്ച താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. കാലത്തെക്കുറിച്ച് കൂടുതൽ ആലോചനകൾ വരണം. ആശയങ്ങൾ, കാലത്തെ പ്രതിനിധീകരിച്ച ആശയങ്ങളെയും കലകളെയും സാഹിത്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ആലോചനകൾ വരണം. കാലബോധത്തെക്കുറിച്ച് ആലോചനകൾ വരണം. കാലങ്ങളെ മനുഷ്യർ കാണുന്ന രൂപത്തിനെ കുറിച്ച് ആലോചനകൾ വരണം. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ശരിക്കും ഈ ചർച്ചയുടെ ഒരു ഉള്ളടക്കമായി എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഉത്തരം SSF കോഴിക്കോട് നോർത്ത് ജില്ലാ സാഹിത്യോത്സവിൻ്റെ പ്രോഗ്രാമുകളിലും മറ്റുമായി ഉണ്ടാവട്ടെ എന്നൊരു പ്രതീക്ഷയോടുകൂടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.